നമ്മളെല്ലാം നിർബന്ധിച്ചിട്ടല്ലേ നീ ടൂറിന് വന്ന് നീ. അതെ, അല്ലേ നിനക്ക് അതുപോലെ എല്ലാം ചെയ്യാൻ കഴിയും. നമ്മളെ കാട്ടിലും ഡാൻസ് ഇതും കളിച്ച നീ അല്ലേ. കാടി എത്തി നോക്കുമ്പോ എന്തൊരു ഇഷ്ടം. ഇങ്ങനെയൊന്നും ഓർമ്മയില്ല, വീടും കാര്യം ഒന്നും ഒരു ഓർമ്മയില്ല. ഇന്ന് പോണ്ട, നാളെയും കൂടെ നിക്കാന്നുള്ളൊരു അഭിപ്രായം. അത്രക്ക് നല്ലൊരു കണ്ടീഷനാണ്. ഞാൻ നല്ലോണം തകർത്തിന് വണ്ടിന്ന്. കാലെല്ലാം ഡ്രൈവർ ഈ തേച്ച് ബ്ലോക്കല്ലേ, വണ്ടി അങ്ങ് ചവിട്ടം ബ്രേക്കിന് ചവിട്ടുമ്പോ ഞാൻ മറിഞ്ഞു കെട്ടിട്ട് അതാ അങ്ങനെ എത്ര പക്ഷെ അതൊന്നും ഒരാള് കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ എല്ലാരും തകർക്കല്ലേ. വീണത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം. എന്തിനാ ഈ പണിയെടുത്തിട്ട് സമ്പാദിച്ചു വെക്കുന്നത്? ഇങ്ങനെയല്ല പോയിട്ട് കാണണം. അതന്നെയല്ലേ ഞാനെല്ലാ കൊല്ലം ടൂർ പോകാൻ പൈസ ഇല്ലേ. ഞാൻ കുടുംബശ്രീ ഞാൻ ലോൺ എടുത്തിട്ട് ഞാൻ ടൂർ പോകും. ചൊരിക്കേ നമുക്ക് എല്ലാം കാണാൻ കഴിയും. നല്ല ചില്ല് പോലത്തെ അതിന്റെ അകത്ത് എല്ലാരും പോയി മടങ്ങി വരുന്നവർ. ഒരാൾ എന്റെ അപ്പ എന്നാ മടങ്ങി, ഞാനും പോയി പോയിരിക്കും. ഞാൻ വെച്ചു ഇത്രയും പൈസ കൊടുത്തിട്ട് പോവാണ്ട് ധൈര്യത്തിൽ പോയിട്ട് ഇങ്ങോട്ട് ഗ്ലാസ് വെച്ചൊരു ഒരൊറ്റ പോയി. ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോ തല കറങ്ങണം. ഇങ്ങനെ അത് പറ്റൂല, ഞാൻ നാണക്കടല്ലേ. പോയി ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി. ഞാനും അങ്ങനെ 100 റുപ്യ കൊടുത്തിട്ടാണ് അപ്പുറം കടന്നത്. എന്തോ ഒരു പേരാണ്. ക്ലാസ് ബ്രിഡ്ജിന്ന് ഒന്നാണ് നമുക്കൊന്നും അതറിയില്ല. അങ്ങനെ പറയാൻ തന്നെ നമുക്ക്. കോഴിക്കോടല്ലേ പോയി? കോഴിക്കോടാ പോയി, മിനി ഊട്ടിയില് ആദ്യമായിട്ടാ പോയി. ഞാൻ വെച്ച അവിടെ വലിയ പക്ഷെ പിള്ളേർക്ക് കളിക്കാനില്ലാണ്ട് നമുക്ക് കളിക്കേണ്ട എന്തെങ്കിലും ഉണ്ടാ കാണാനില്ല. ഇഷ്ടംപോലെ കാണാൻ. ആ ഒരു ഊഞ്ഞാലാടുന്നതാണ് അങ്ങ് കമ്പീന്റെ വില കൂടി പോകുന്നത്. എടുത്തങ്ങ് മറിഞ്ഞിട്ട് അതൊരു പോക്ക് തന്നെ കേട്ടോ. പിന്നെ ഞാൻ മറ്റേ സംഭവത്തിൽ കേറാൻ വേണ്ടി ഞാൻ പേടിച്ച് പകുതിയായിട്ട് ഒരു കാലമൊക്കെ ഇങ്ങോട്ടേക്ക് ഒരു ഭയങ്കര അമേനൊക്കെ നമ്മള് കാലൊന്ന് വെക്കുമ്പോഴത്തേക്ക് ഇതുമാളാന്ന് ഇതിന്റെ വീടത്തിലെ മാളാന്ന് എന്തോ ഒരു മാളാണ് ആർക്കറിയാം. അപ്പൊ നമ്മള് കണ്ടിട്ട് പോയി നമ്മൾ ഇരുന്ന് ചെറിയ ചെറിയ ഹോട്ടലിൽ വാടിയടി കയറി ശീലിച്ചിട്ട് വലിയ സ്ഥലത്ത് പോകുമ്പല്ലേ അറിയുന്നത് എന്നാ. പക്ഷെ ഒരു സാധനം തൊടാൻ പോലും അതിന് പറ്റില്ല, അത്രക്ക് വിലയാണ്. ചെറിയ മുടിക്കൂത്തുന്നല്ല 150 റുപ്യ. വലിയ വാങ്ങാൻ കഴിയാ. നമുക്കെല്ലാം ഇവിടെ 25 റുപ്യ. പക്ഷെ ആ കീറുന്നത് നല്ല സംവിധാനം. ഒരു നല്ല എന്താ പറയണ്ടേ, നമ്മളെ ഒരു മടക്ക് സ്റ്റെപ്പ് പോലെ ആക്കി നമ്മൾ 5 കാലി വെച്ച് എനിക്ക് പേടി. ഈ ഒരു കാലി വെക്കുമ്പോ അങ്ങ് പോകുമ്പോല ഞാൻ കാല് 2 ഒപ്പര വെക്കണം. അന്നേരം വേഗം വിനോദന കൈ പിടിച്ചിട്ട് മേലക്ക് ധൈര്യം ഉണ്ട്. വിനോദം കൈ പിടിച്ചാൽ എനിക്ക് ചിരി വന്നിട്ട് പിടിച്ചിട്ട് എനിക്ക് ഇറങ്ങാൻ ധൈര്യത്തിൽ പോകണ്ടേ. പിന്നെ പേടിക്കണ്ടേ. കാല് വെക്കുന്നതാണ്. 2 കാല് ഒപ്പന വെക്കണം. ഒപ്പന ഒറ്റ വെക്കല്. അങ്ങനെ അങ്ങോട്ട് എത്തിയ പാട് ലാസ്റ്റ് എത്തുമ്പോ ഒരു കാലം കൊണ്ടിക്കുക. ഇങ്ങനെ മേലെ കയറ്റി ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഇടിപ്പ് വന്നു. എനിക്ക് ഞാൻ ആദ്യം ഒരാണുങ്ങൾ പോകുമ്പോ നോക്കി അവരെങ്ങനെയാണ് അപ്പട ഇതുപോലെ ഞാൻ ഇടിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഈന്റെ മേലെ കേറാണ്ട് നമ്മളെ പഠിച്ചറിയാം സ്റ്റെപ്പ് നട കഴിഞ്ഞിട്ട് പോയി. ഞാനും അങ്ങനെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാനും പ്രമീലേച്ച് സിന്ധുവും കൂടി പേടിച്ചിട്ട് നമ്മള് 3 ഓട്ടം കയറിയിട്ട് 4ാമത് നമ്മള് മേലെ അങ്ങനെ വന്നു. ഇപ്പത്തെ കൂടി പച്ചക്കറിന്റെ അതാ നിങ്ങളെ പരിധി കാണാനില്ലേ. പകുതിയാളും തൊടുത്തു അതിന്റെ ഉള്ളൂട്ട് അപ്പുറത്തെ കടിയിലേക്ക്. അതാ നിങ്ങളെ പരിധി കാണാനേ. എത്ര സുഖത്തിലും എത്തി അവിടെ നിൽക്കല്ലേ വേണ്ടു. പിന്നെ വടകര പോയിട്ടാന്ന് ഇരുട്ടത്ത് എത്തിയിട്ട് ഒരാളെ തമ്മ കാണാൻ എന്നാ ജനങ്ങളാടാ ഓരോന്നില് കേറിയിട്ട് ഒന്ന് ചോദിക്കാൻ കഴിയില്ല. അപ്പഴത്തേക്ക് മറ്റേ മുറിയിലേക്ക് ഗാനമേളയാണ്. അതാണ് ശരിക്കും ഗാനമേളയില് കേൾക്കേണ്ടതാണ് കേട്ടാ. നല്ല അടിപൊളിയാണ്. നമ്മള് പിന്നെ എപ്പ ഇങ്ങ് എത്തുക ശ്രീബുദ്ധന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? പക്ഷെ കണ്ടല്ലോ പിന്നെ OMB എല്ലാ പ്രതിമയും ഉണ്ടാടാ. ആനനെ കണ്ടില്ല, 2 ആന ശരിക്ക് ഉള്ള ആടെ മരത്തോണ്ട് ആക്കാതെ ഓടിയും കൈലി കാസേല് പിന്നെ പാത്തിവരി പിന്നെ എന്തെല്ലാം സാധനം പണ്ടത്തെ നെയ്യുന്ന മകം കണ്ടിനാ. നൂലും നൂലും കോത്തിട്ട് വെച്ചിട്ടില്ല. പിന്നെ പണ്ടത്തെ രാജാക്കന്മാരെ ഈ പാത്തിയിലിട്ടിട്ട് ഈ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന വെള്ളപ്പാത്തി എന്ന് പറയുന്നത് കോഴിക്കോട് പോയാൽ നല്ല ഇതാണ് കേട്ടോ. എല്ലാരും പോയി നല്ല കാണണ്ടേ. നല്ല ഇതാണ്. പക്ഷെ
പക്ഷെ വലിയാൾക്ക് കളിക്കേണ്ട ഇതില്ല കേട്ടാ. ഒരു ഊഞ്ഞാലാടാനുണ്ട്, ആടി ഞാൻ മേടിച്ച് പകുതി അതിന് ആടിക്കൊടുക്കുമ്പോ അത് നിർത്തുന്നില്ല, കീയാനും കഴിയുന്നില്ല. ഇതൊരാളെ വിളിക്കാനും ആരെങ്കിലും കണ്ടവരിലെ വിളിക്കാൻ കഴിയുള്ളൂ. നിർത്താണ്ട് ഞാൻ കൂക്കി വരും കൊടുത്തു കഴിഞ്ഞു. എന്തായാലും നമുക്ക് പോയത് മോശമൊന്നും ആയിട്ടില്ല അല്ലേ? ആടി എത്തുമ്പോ നമ്മൾക്ക് നല്ലൊരു ഡാൻസ് കളിക്കേണ്ട ഒരു സൗകര്യം. 650 രൂപയും കൊണ്ട് ഒരു പൂരപ്പേന്ന് കിട്ടുക, ഒന്നും കിട്ടൂല. കോഴിക്കോട് പോയിട്ട് കണ്ടത് ഇപ്പൊ ശരിക്കും കണ്ടില്ലേ? പിന്നെ ഞാൻ മൈസൂർ ഊട്ടിയും കൂടി പോകണം. പൈസ എത്രയാണ്? നമുക്കൊന്ന് മൈസൂർ കാണാല, അടുത്ത് നമുക്ക് പോകാം. ചാവാണ്ട് അപ്പോഴൊക്കെ പണിയെടുത്ത് ശേഖരിച്ച് വെക്കുക പൈസ. അല്ലാണ്ട് ടൂറ് പോയിട്ട് കണ്ടതേ ബാക്കിയുണ്ടാവും. അതെ. അല്ല ഇന്നിപ്പോ രാത്രി കിടന്നു, രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അയാള് പോയതേ ബാക്കിയുണ്ടാവില്ല. അത് ആശ്വസിക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. ഞാനിപ്പോ അങ്ങനെ വേണം. അതുകൊണ്ട് ഇനി അങ്ങനെ പോയിട്ട് ആക്കാം. അവിടെ നിങ്ങളെല്ലാരും കൂടി പോട് കേട്ടാ. നല്ല നല്ല സ്ഥലമാണ്. നല്ല പൈസ കുറച്ച് കഴിഞ്ഞ് കാണാൻ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പൈസയാണ്. നല്ല പൈസയാണ്. ഒരു ബാഗിനെങ്കിൽ 900-1000 ഞാൻ ചെറിയൊരു പിടി ബാഗ് വാങ്ങണ്ടിട്ട്. അതുകൊണ്ട് നല്ല പൈസ. ഞാൻ പാട് ബേക്കോട്ട് അടിച്ചു. അതുകൊണ്ട് പോകുന്നവര് നല്ല പൈസ കൊണ്ടേ പോണ്ടും കേട്ടാ. നമ്മള് പോയിട്ട് പൈസ ഇല്ലാണ്ട് നമ്മൾ പോയി. അതുകൊണ്ട് നമ്മള് അതുകൊണ്ട് നമ്മളതിൽ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടാ.